ഹലോ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് 6M OT and AT അനസ്തീഷ്യ ഫോർ സ്പെഷ്യൽ സർവീസിൻ്റെയാണ്. നമ്മൾ യൂണിറ്റ് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ് എ ടൈപ്പ് അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പിന്നെ 50 MCQ ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. പിന്നെ 10 എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ലേബർ അനൽജീസിയ. ലേബർ അനൽജീസിയയിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഏതാണ്? അത് ആൻസർ ബി ആണ്, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. ഇപ്പോൾ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്താണ് അഡ്വാൻറ്റേജ്? എന്താണ്? കണ്ടിന്യൂസ് കൺട്രോൾഡ് പെയിൻ റിലീഫ് കിട്ടും. അതുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കും, അതേസമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ റിലീഫും കിട്ടും. അതാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. Most common level for spinal anesthesia. Answer L3, L4. നമ്പർ whatever 3 ഉം 4 ഇടയ്ക്കാണ് നമ്മൾ സ്പൈനൽ കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? സ്പൈനൽ കോഡ് ഇഞ്ചുറി വരത്തില്ല. കാരണം സ്പൈനൽ കോഡ് അതിൻ്റെ തൊട്ട് മേളിൽ ടെർമിനേറ്റ് ആയിട്ട് അതിൻ്റെ മെയിൻ പാർട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് കുത്തുമ്പം സ്പൈനൽ കോഡ് ഇഞ്ചുറി വരത്തില്ല. അതുകൊണ്ട് L3, L4 ആണ്. അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ സ്പൈനൽ അനസ്തീഷ്യ. സ്പൈനൽ അനസ്തീഷ്യ ഒട്ടും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴാണ്? ഇതിനകത്ത് 4 ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പേഷ്യൻ്റ് റെഫ്യൂസലാണ്. പേഷ്യൻ്റ് കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ബി ആണ്. ഡ്രഗ് പ്രൊലോങ്ങിങ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. എപ്പിഡ്യൂറൽ അനസ്തീഷ്യയുടെ ഡ്യൂറേഷൻ കൂട്ടുന്ന ഡ്രഗ് ഏതാണ്? ആൻസർ എ ആണ്, അഡ്രിനാലിൻ. കാരണം വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ബ്ലഡ് സപ്ലൈ കുറയും. ബ്ലഡ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോകത്തില്ല. അപ്പോൾ ഡ്രഗ് കുറേ നേരം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അബ്സോർബ് ചെയ്ത് വേറെ സ്ഥലത്ത് പോകാതെ ഡ്രഗ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ആൻസർ എ ആണ്. മോസ്റ്റ് സെൻസിറ്റീവ് ഇന്നർ ഫൈബർ ടു ലോക്കൽ അനസ്തീഷ്യ. ലോക്കൽ അനസ്തീഷ്യയിൽ ഏറ്റവും സെൻസിറ്റീവ് ഫൈബർ ഏതാണ്? ആൻസർ ബി ആണ്, പെയിനാണ്. ഏറ്റവും ആദ്യം ബ്ലോക്ക് ആവുന്നത്. മെയിൻ എയിം ഇൻ ന്യൂറോ അനസ്തീഷ്യ. ന്യൂറോ അനസ്തീഷ്യ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണ്? ന്യൂറോ അനസ്തീഷ്യയിൽ ഏറ്റവും മെയിൻ ആയിട്ട് ബ്രെയിൻ പെർഫ്യൂഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ CPP സെറിബ്രൽ പെഡൻകിൾസ് ആണ്. സെറിബ്രൽ പെഡൻകിൾസ് എന്താണ്? അതിനകത്ത് മേജർ മോട്ടോർ പാത്വേസ് ഉണ്ട്, കോൺഷ്യസ്നസ് പാത്വേ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാധിക്കുന്നതാണ് അനസ്തീഷ്യ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ബാധിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവിറ്റി നന്നായിട്ട് സപ്രസ് ചെയ്യും. അപ്പം CPP മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ സെറിബ്രൽ പെഡൻകിൾസ് ആണ് സെറിബ്രൽ പെഡൻകിൾസിൽ പെർഫ്യൂഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ആൻസർ മെയിൻറ്റെയിൻ CPP ആണ്. CO2 ഇൻക്രീസ് കോസസ്. CO2 ലെവൽ കൂടി കഴിഞ്ഞാൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ സമയത്ത് CO2 ലെവൽ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൻസർ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടും CO2. കാരണം CO2 ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ബ്രെയിനകത്തുള്ള പ്രഷർ അല്ലെങ്കിൽ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടും. ആൻസർ ബി ആണ്. ENT അനസ്തീഷ്യ കോംപ്ലിക്കേഷൻ. ENT അനസ്തീഷ്യ കോംപ്ലിക്കേഷൻ എന്താണ്? എയർവേ ഫയർ. നമ്മൾ അനസ്തീഷ്യ ഗ്യാസ് ഒക്കെ വോളറ്റൈലായിട്ട് അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം നമ്മൾ കോട്ടറി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്താൽ ഈ ഗ്യാസ് ഉള്ള സമയത്ത് കോട്ടറിയിലുള്ള സ്പാർക്ക് കൊണ്ട് ചിലപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ആൻസർ എയർവേ ഫയർ ആണ്. ആൻസർ ബി ആണ്. പുഡന്റൽ ബ്ലോക്ക് ഗിവ്സ് പെയിൻ. പുഡന്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പുഡന്റൽ നെർവ് അല്ലെങ്കിൽ നമ്മൾ പെരിനിയ ഏരിയയിലുള്ള നെർവാണ് പുഡന്റൽ നെർവ്. ആ നെർവിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ലേബറിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ ബ്ലോക്ക് ആക്കുന്നത്. അപ്പോൾ ബി ആണ് ആൻസർ. ലംബർ സിമ്പതറ്റിക് ബ്ലോക്ക് എഫക്റ്റ്. ലംബർ സിമ്പതറ്റിക് ബ്ലോക്ക് കൊടുത്താൽ എന്താണ് അതിൻ്റെ എഫക്റ്റ്? അത് വാസോ ഡയലേഷൻ ഉണ്ടാവും. സിമ്പതറ്റിക് സിസ്റ്റമാണ് വാസോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. സിമ്പതറ്റിക് ബ്ലോക്കിന് വാസോ ഡയലേഷൻ ഉണ്ടാവും. ആൻസർ ബി ആണ്. അപ്പം ബ്ലഡ് ഫ്ലോ ബെറ്റർ ആവും.
ഡ്രഗ് കോസിങ് എമർജൻസ് ഡെലിറിയം. എമർജൻസ് ഡെലിറിയം എന്താണ്? എമർജൻസ് ഡെലിറിയം ഈസ് എ ട്രാൻസിയന്റ് സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, അജിറ്റേഷൻ ആൻഡ് ഡിസോറിയന്റേഷൻ. കുറച്ച് നേരത്തേക്ക് ഒരു കൺഫ്യൂഷനും ഒരു വെപ്രാളവും ഒരു ഡിസോറിയന്റേഷനും ഉണ്ടാവും. ജനറൽ അനസ്തീഷ്യയിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. ജനറൽ അനസ്തീഷ്യയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു സൈക്കോമൈമറ്റിക് എഫക്റ്റ് ആണ്. അപ്പോൾ ഏത് ഡ്രഗ് അത് കോസ് ചെയ്യുന്നത്? ആൻസർ ബി ആണ്, കീറ്റമിൻ. ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ഐ വി ഇൻഡക്ഷൻ ഏജന്റ്. ഐ വി കൊടുക്കാൻ പെട്ടെന്ന് ആക്ഷൻ കിട്ടുന്ന ഏതാണ് അനസ്തീഷ്യ തുടക്കത്തിൽ കൊടുക്കുന്ന ഏജന്റ്? ആൻസർ ബി ആണ്, പ്രോപ്പർഫോൾ. MAC മിനിമം അൽവിയലർ കോൺസെൻട്രേഷൻ. ലങ്സിനകത്ത് അൽവിയലസിനകത്ത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പം ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ അത് തീരുമാനിക്കും എത്ര എഫക്റ്റീവാണ് ഡ്രഗ് എന്നുള്ളത്. ആൻസർ ബി ആണ്, പൊട്ടൻസി ഓഫ് ഇൻഹലേഷൻ ഏജന്റ്. പിപ്പിവൈക്കൈൻ ടോക്സിക് എഫക്റ്റ്. പിപ്പിവൈക്കൈൻ ഏത് ഓർഗനെയാണ് ബാധിക്കുന്നത്? ആൻസർ ബി ആണ്, അത് കാർഡിയോടോക്സിക് ആണ്. എപ്പിഡ്യൂറൽ ഹെമറ്റോമ റിസ്ക്. എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ലീക്ക് വന്നിട്ട് ബ്ലഡ് കെട്ടിക്കിടക്കുന്നതാണ് ഹെമറ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണ് അതിന് വരാൻ സാധ്യത? ആൻറ്റി കോഗുലൻ്റ് കഴിക്കുന്ന പേഷ്യൻസിന് ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലാണ്. ക്ലോട്ടിങ് കുറയാൻ വേണ്ടിയാണ് ആൻറ്റി കോഗുലൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സ്പൈനൽ ഷോക്ക് കോസ്. സ്പൈനൽ ഷോക്ക് കൊണ്ട് എന്താണ് പറ്റുന്നത്? സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറയും. സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കുറയുമ്പോൾ ബി പി കുറയും. ആൻസർ ബി ആണ്, ഹൈപ്പോടെൻഷൻ. എയർവേ ഡിവൈസ് ഇൻ മാക്സിലോഫേഷ്യൽ സർജറി. മാക്സിലോഫേഷ്യൽ സർജറി ചെയ്യുമ്പോൾ എയർവേയിൽ ഇതിൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്യൂബ് എന്താണ്? അപ്പം ട്യൂബാണ്, എൻഡോട്രാക്കിയൽ ട്യൂബാണ്. ആൻസർ ബി ആണ്. അപ്പം എയർവേ കംപ്ലീറ്റ് നമ്മൾ കൺട്രോളിൽ വരണമെങ്കിൽ VT ട്യൂബാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ആൻസർ ബി. ടോപ്പിക്കൽ അനസ്തീഷ്യ എക്സാമ്പിൾ. ടോപ്പിക്കൽ മീൻസ് ഒരു ഏരിയയിൽ മാത്രം അനസ്തീഷ്യ കൊടുക്കുന്നതാണ് ടോപ്പിക്കൽ. പ്രത്യേക സ്കിന്നിൽ ഒരു ഏരിയയിൽ മാത്രം കൊടുക്കുന്നതാണ് ടോപ്പിക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ ഏതാണ്? ലിഡോപ്പൈൻ സ്പ്രേ ആണ്, സർഫസ് അനസ്തീഷ്യ ആണ്. ആൻസർ എ ആണ്. ലോക്കൽ അനസ്തെറ്റിക് സിസ്റ്റമിക് ടോക്സിറ്റിസ് ആണ്. ലോക്കലായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ മൊത്തം പേഷ്യൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്താണ് സൈൻ? അതിൻ്റെ ആൻസർ എ ആണ്, സീഷേഴ്സ് ആണ്. ലോക്കലായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ പേഷ്യൻ്റ് അത് സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് പറയുന്നത് സീഷേഴ്സ് ആണ്. ആൻസർ എ ആണ്. ഡ്രഗ് ഫോർ റിവേഴ്സൽ ഓഫ് മസിൽ റിലാക്സൻറ്റ്. മസിൽ റിലാക്സൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് മസിൽ പല ടോണിൽ വരണമെങ്കിൽ എന്ത് ഡ്രഗ് കൊടുക്കണം? ആൻസർ എ ആണ്, നിയോസ്റ്റിക്കിൻ. നിയോസ്റ്റിക്കിൻ ബ്ലോക്ക് എന്ന് റിവേഴ്സ് ചെയ്യും. പൊസിഷൻ ഫോർ എപ്പിഡ്യൂറൽ. എപ്പിഡ്യൂറൽ കൊടുക്കുമ്പോൾ ഏത് പൊസിഷനിലാണ് കൊടുക്കേണ്ടത്? ആൻസർ എ ബി ആണ്, സിറ്റിംഗ് പൊസിഷൻ. ഇരുത്തിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആൻസർ അതുകൊണ്ട് എന്താണ് പേഷ്യൻ്റ് ഇരുന്നിട്ട് മുമ്പോട്ട് ബെൻഡ് ആകുമ്പോൾ ആ സ്പേസ് കൂടും. സ്പേസ് കൂടുമ്പോൾ നമുക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് വെർട്ടിബ്രൽ സ്പേസ് കൂടും. അപ്പോൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ആൻസർ ബി ആണ്. സ്പൈനൽ അനസ്തീഷ്യ സ്പ്രെഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ. സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആക്ഷൻ കിട്ടുന്നു, അതിൻ്റെ എത്ര പെട്ടെന്ന് മരുന്ന് സ്പ്രെഡ് ആകുന്നു. അതിൻ്റെ അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു റീസൺ എന്താണ്? ഡ്രഗ് ബാരിസിറ്റി, അല്ലെങ്കിൽ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഡ്രഗിൻ്റെ സൊല്യൂഷൻ്റെ എത്ര കട്ടിയുണ്ട് അതനുസരിച്ചിരിക്കും. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ് അതനുസരിച്ചിരിക്കും അത് എത്ര പെട്ടെന്ന് അത് സ്പ്രെഡ് ആകുന്നുള്ളൂ. ഡെൻസിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആകും, ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ പതുക്കെ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ ആൻസർ എ ആണ്. മോസ്റ്റ് കോമൺ ഓപ്പിയോയിഡ് ഇൻ അനസ്തീഷ്യ. അനസ്തീഷ്യയിലേക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പിയോയിഡ് ഏതാണ്? ആൻസർ ബി ആണ്, ഫെൻറ്റാനിൽ. അത് ഷോർട്ട് ആക്ടിങ് ഓപ്പിയോയിഡ് ആണ്. ENT സർജറി റിക്വയർസ് ഹൈപ്പോടെൻഷൻ. ENT സർജറി സമയത്ത് BP കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്, കാരണം ബ്ലീഡിങ് കുറയാൻ. അപ്പോൾ ആൻസർ എ ആണ്, റെഡ്യൂസ് ബ്ലീഡിങ്. CSC അഡ്വാൻറ്റേജ്. CSC എന്താണ്? കമ്പൈൻഡ് സ്പൈനൽ ആൻഡ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. സ്പൈനൽ എപ്പിഡ്യൂറൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് CSC എന്ന് പറയും. അപ്പം CSC ചെയ്ത അഡ്വാൻറ്റേജ് എന്താണ്? സ്പൈനൽ കൊടുത്താൽ പെട്ടെന്ന് ആക്ഷൻ കിട്ടും, എപ്പിഡ്യൂറൽ കൊടുത്താൽ കുറേ സമയം ആക്ഷൻ ഉണ്ടാവും. അപ്പം
നമുക്ക് റാപ്പിഡ് ആൻഡ് സസ്റ്റെയിൻഡ് ആക്ഷൻ കിട്ടും. അപ്പോൾ ആൻസർ ബി ആണ്, ബെസ്റ്റ് ഓഫ് ബോത്ത്. സ്പൈനൽ നീഡിൽ ടൈപ്പ്, സ്പൈനൽ നീഡിലിൻ്റെ പേരെന്താണ്? പിങ്കി എന്നാണ് പേര്. ആൻസർ എ ആണ്, ലംബർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന നീഡിലാണ്. എപ്പിഡ്യൂറൽ സ്പേസ് ഐഡന്റിഫൈഡ് ബൈ, എപ്പിഡ്യൂറൽ സ്പേസ് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അറിയുന്ന കറക്റ്റ് എപ്പിഡ്യൂറൽ സ്പേസ് എത്തിയെന്ന്? പെട്ടെന്ന് ആ നീഡിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നീഡിൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ആൻസർ ബി ആണ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്. അതാണ് പഴയ ടെക്നിക്ക് എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ടെക്നിക്ക്. ഡ്രഗ് ഫോർ ബാഡികാർഡ്, ഹാർട്ട് റേറ്റ് കുറഞ്ഞതിന് ഏത് ഡ്രഗ് യൂസ് ചെയ്യണം? ആൻസർ എ ആണ്, അട്രോപിൻ. ന്യൂറോ അനസ്തീഷ്യ, ന്യൂറോ അനസ്തീഷ്യയിൽ നമ്മൾ എന്താണ് ഒഴിവാക്കേണ്ടത്? ആൻസർ എ ആണ്, ഹൈപ്പോക്സിയ ഒഴിവാക്കണം. കാരണം ബ്രെയിൻ ഓക്സിജന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗനാണ്, അതുകൊണ്ട് ഹൈപ്പോക്സിയ ഒഴിവാക്കണം. ഡെന്റൽ അനസ്തീഷ്യ കോംപ്ലിക്കേഷൻ, ഡെന്റൽ അനസ്തീഷ്യയുടെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്താണ്? നെർവ് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇൻഫീരിയർ അൽവിയോലർ നെർവ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എ ആണ്. ഹെഡ് നെക്ക് സർജറി കൺസേൺ, ഹെഡ് നെക്ക് സർജറിയിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട്? അപ്പോൾ എയർവേ എഡീമയാണ്. എയർവേ നമ്മൾ എന്തെങ്കിലും സ്വെല്ലിങ് വന്നിട്ട് എയർവേ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർവേ എഡീമയാണ്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒബ്സ്ട്രക്ഷൻ റിസ്ക് ഉണ്ട് അവിടെ. ഓക്കെ, ആൻസർ എ ആണ്. ജനറൽ അനസ്തീഷ്യ സ്റ്റേജ് 1, എന്താ വെച്ചാൽ പല സ്റ്റേജ് ഉണ്ട്. അതിൽ സ്റ്റേജ് 1 എന്താ സംഭവിക്കുന്നത്? ആദ്യം പെയിൻ ആണ് കുറയുന്നത്. അപ്പോൾ ആൻസർ അനൽജേസിയ ആണ്. സ്റ്റേജ് 2 എന്താ സംഭവിക്കുന്നത്? എക്സൈറ്റ്മെന്റ് ആണ്, പേഷ്യന്റിന് അൺകൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റും കൈകാര്യം കണക്കൊക്കെ ചെയ്യുമ്പോൾ ബി ആണ്, എക്സൈറ്റ്മെന്റ് ആണ്. ആൻസർ ബി. ഓക്കെ, സ്റ്റേജ് 3 ആണ് ശരിക്കും നമ്മൾ സർജറി ചെയ്യുന്ന സ്റ്റേജ്, അതിന് പറയും സർജിക്കൽ സ്റ്റേജ് എന്ന് പറയും. ആൻസർ സി ആണ്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് വളരെ ഡീപ്പായിട്ട് പോകും, അപ്പോൾ അത് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് ഓവർഡോസ് ആകുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യൻ്റ് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റേജാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ഓവർഡോസ്. ഡേഞ്ചറസ് സ്റ്റേജ് ആണത്. ഡ്രഗ്സ് കോസിങ് അനൽജേസിയ, പെയിൻ കുറയ്ക്കുന്ന ഡ്രഗ് ഏതാണ്? പെയിൻ കുറയ്ക്കുന്ന ഡ്രഗ് ഓപ്പിയോയിഡ്സ് ആണ്. അപ്പോൾ ആൻസർ എ ആണ്, ഫെന്റനിൽ. സ്പൈനൽ അനസ്തീഷ്യ സൈറ്റ് എവിടെയാണ്? സ്പൈനൽ അനസ്തീഷ്യ സൈറ്റ് L2ന്റെ തൊട്ട് താഴെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനൽ കോഡ് അതിൻ്റെ മേലിൽ എൻഡ് ആവുന്നു. അപ്പോൾ ആ സ്പൈനൽ കോഡ് ഇഞ്ചുറി വരാൻ സാധ്യതയില്ല. അപ്പോൾ ആൻസർ ബി ആണ്, ബിലോ L2. L2 L3 സ്പേസിലാണ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ സ്പൈനൽ കോംപ്ലിക്കേഷൻ, സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്താണ്? അതിന് കോമൺ ഹെഡേക്ക് ആണ് ആൻസർ. അപ്പോൾ ബി പി കുറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഹെഡേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആൻസർ എ ആണ്. എപ്പിഡ്യൂറൽ കോംപ്ലിക്കേഷൻ, എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് കോംപ്ലിക്കേഷൻ വരാം? നമ്മൾ എപ്പിഡ്യൂറൽ കൊടുക്കുമ്പം നമ്മൾ ഡ്യൂറയുടെ പുറത്താണ് കൊടുക്കുന്നത്, പക്ഷേ ചിലപ്പോൾ നീഡിലിൻ്റെ പൊസിഷൻ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡ്യൂറോമാറ്റർ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡ്യൂറൽ പഞ്ചർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ CSF ലീക്ക് വരാൻ സാധ്യതയുണ്ട്, സെർവർ ഫൈനലിലൂടെ പുറത്തേക്ക് ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ എ ആണ്. ന്യൂറോ അനസ്തീഷ്യ മോണിറ്ററിങ്, ന്യൂറോ അനസ്തീഷ്യയിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ACP, BP, ഹാർട്ട് റേറ്റ്. ഇൻട്രാക്രാനിയൽ പ്രഷർ നോക്കണം, BP നോക്കണം, ഹാർട്ട് റേറ്റ് നോക്കണം. ആൻസർ ബി ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലേബർ അനൽജേസിയ ഗോൾ, ലേബർ അനൽജേസിയ, ലേബർ ഡെലിവറി സമയത്ത് പെയിൻ കുറയ്ക്കണം എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ആൻസർ എ ആണ്, പെയിൻ ആൻഡ് സേഫ്റ്റി. പെയിനും കുറയ്ക്കണം, അതേസമയത്ത് അമ്മയും കുഞ്ഞും സേഫ് ആയിരിക്കണം. ആൻസർ എ ആണ്, ബാലൻസ്ഡ് അപ്രോച്ച്. പാരാവെർട്ടിബുലർ ബ്ലോക്ക് യൂസസ്, പാരാവെർട്ടിബുലർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ വെർട്ടിബ്രൽ സൈഡിലുള്ള ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഏതിലാണ് ചെയ്യുന്നത്? റിബ് ഫ്രാക്ചർ അല്ലെങ്കിൽ തൊറാസിക് അനൽജേസിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. വിറ്റാമിൻ അഡ്വാൻറ്റേജ് എന്താണ്? വിറ്റാമിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ്? അത് BP വ്യത്യാസം വരത്തില്ല, കാർഡിയോവാസ്കുലർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ്, മെയിൻറ്റെയിൻസ് BP. ഇറ്റോമിഡിയേറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഇറ്റോമിഡിയേറ്റ് ഏതിനാണ് യൂസ് ചെയ്യുന്നത്?
ഇൻഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഡക്ഷൻ. കാർഡിയോവാസ്കുലർ സ്റ്റേബിലിറ്റി, ഹാർട്ടിനൊന്നും സൈഡ് എഫക്ട്സ് ഇത് കുറവാണ്. അതുകൊണ്ട് ആൻസർ എ ആണ്, സ്റ്റേബിൾ ഇൻഡക്ഷൻ. റോപ്പിവക്കൈൻ അഡ്വാൻറ്റേജ്. റോപ്പിവക്കൈൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അത് ഹാർട്ടിനെ ബാധിക്കത്തില്ല, അപ്പോൾ ലെസ് കാർഡിയോടോക്സിക് ആണ്. അപ്പോൾ ആൻസർ എ ആണ്. എയർവേ പ്രൊട്ടക്ഷൻ ഡൺ ബൈ. എയർവേ നമ്മൾ സേഫായിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആക്കുന്നത് എങ്ങനെയാണ്? അത് എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ്. അതൊന്ന് ഫുൾ നമ്മുടെ കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ എ ആണ്, ATT. സ്പൈനൽ അനസ്തീഷ്യ കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഏത് കണ്ടീഷനിലാണ് സ്പൈനൽ അനസ്തീഷ്യ ഒഴിവാക്കുന്നത്? ഇതിനകത്ത് ഓപ്ഷനിൽ ആൻസർ എ ആണ്, ഇൻഫെക്ഷൻ അറ്റ് സൈറ്റ്. ഓക്കെ, കാരണം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഫീറ്റൽ സേഫ്റ്റി ഡിപ്പെൻസ് ആണ്. ഒരു ഫീറ്റൽ സേഫ്റ്റി പറയുമ്പോൾ ഒരു പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണ്, ഫീറ്റസ് ഉള്ള ഒരവസ്ഥയാണ്. അപ്പം അത് സേഫായിട്ടിരിക്കണമെങ്കിൽ കറക്റ്റ് ഡ്രഗ് യൂസ് ചെയ്യണം, BP കൺട്രോൾ ആയിരിക്കണം, പ്രോപ്പർ ഓക്സിജനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. മോണിറ്ററിങ് ഇൻക്ലൂഡ്സ് ECG, BP, SpO2. ഇത് എല്ലാം മോണിറ്റർ ചെയ്യും നമ്മൾ. ആൻസർ ഡി ആണ്, ഓൾ. റിക്കവറി ഫ്രം GA ഡിപ്പെൻഡ്സ് അപ്പോൺ. GA പുറത്ത് വരണമെങ്കിൽ എന്തൊക്കെയാണ്? ഡ്രഗ് എലിമിനേഷൻ ഉണ്ട്, ഏജ് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ആൻസർ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഡി ആണ്, ഓൾ. ഇനി ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തിയിട്ട് അത് essay ടൈപ്പ് ആക്കി എഴുതിയിട്ട് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്ക് ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോണോട് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ചില സമയത്ത് ഞാൻ ലിങ്ക് ഇടാൻ വിട്ടുപോകും. ഒരുപാട് മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. സ്റ്റോപ്പ് ചെയ്യാം.